നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഇസ്ലാമിക് ഹിസ്റ്ററി, അതായത് ഇസ്ലാമിക ചരിത്രം. ഇതിലെ ഒന്നാമത്തെ അധ്യായം ഇൻട്രൊഡക്ഷൻ ടു ഇസ്ലാമിക് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ. ഇസ്ലാമിക ചരിത്രത്തിനും സംസ്കാരത്തിനും ഒരു ആമുഖം. ഈയൊരു ചാപ്റ്റർ നമ്മുടെ പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നതെന്ന് നോക്കിയാലോ? ആദ്യം നമ്മൾ ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കും. പിന്നെ ഈ പഴയ കാലത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് നോക്കും. അതിനുശേഷം നമ്മുടെ പ്രധാന വിഷയമായ ഇസ്ലാമിക ചരിത്രത്തിലേക്ക് വരും. പിന്നെ ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങൾ, അതിലെ പ്രധാനപ്പെട്ട പഞ്ചസ്തംഭങ്ങൾ, അവസാനം പരീക്ഷയ്ക്ക് ഉറപ്പായും വരുന്ന ചില പ്രധാനപ്പെട്ട ആളുകളെക്കുറിച്ചും നമ്മൾ പഠിക്കും. അപ്പോൾ എല്ലാം ഒരു ഓർഡറിൽ നമുക്ക് പഠിച്ചു തുടങ്ങാമല്ലേ? ശരി, അപ്പം നമുക്ക് തുടങ്ങാം. നമ്മുടെ ആദ്യത്തെ ഭാഗം, ചരിത്രം, ഒരു വലിയ ചിത്രം. ഇവിടെ നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്താണ് ചരിത്രം? വാട്ട് ഈസ് ഹിസ്റ്ററി? ഈ ഹിസ്റ്ററി എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അത് വന്നത് ഹിസ്റ്റോറിയ എന്നൊരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ്. എന്താണ് ഈ ഹിസ്റ്റോറിയ എന്ന വാക്കിന്റെ അർത്ഥം? സിമ്പിളാണ്. അന്വേഷണം അല്ലെങ്കിൽ വിവരം കണ്ടെത്തൽ. അത്രയുള്ളൂ. അപ്പോൾ ചരിത്രമെന്ന് പറഞ്ഞാലെന്താ? മനുഷ്യൻ എങ്ങനെയുണ്ടായി, കാലം കഴിഞ്ഞപ്പോൾ അവനെങ്ങനെ വളർന്നു, വികസിച്ചു, ഇതിനെക്കുറിച്ചൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായി, അതായത് ഒരു ക്രമത്തിൽ പഠിക്കുന്നതിനെയാണ് നമ്മൾ ചരിത്രമെന്ന് പറയുന്നത്. ചരിത്രത്തെക്കുറിച്ച് ഒരുപാട് പേര് പലതും പറഞ്ഞിട്ടുണ്ട്. അതില് അരിസ്റ്റോട്ടിൽ എന്ന് കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ചരിത്രത്തെക്കുറിച്ച് വളരെ ലളിതമായിട്ട് ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ചരിത്രമെന്ന് പറയുന്നത് മാറ്റം വരാത്ത ഭൂതകാലത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് എന്നാണ്. അതായത് കഴിഞ്ഞുപോയ കാര്യങ്ങൾ, അതിന് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ, ആ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു രേഖ. അതാണ് അരിസ്റ്റോട്ടിലിന്റെ അഭിപ്രായത്തിൽ ചരിത്രം. ഇനി ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു നിർവചനമാണിത്. എച്ച് കാർ എന്ന ചരിത്രകാരൻ പറഞ്ഞതാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചരിത്രം എന്നത് വർത്തമാനവും ഭൂതകാലവും തമ്മിലുള്ള ഒരു അവസാനമില്ലാത്ത സംഭാഷണമാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇന്ന്, അതായത് വർത്തമാനകാലത്ത് നിന്നുകൊണ്ട് പഴയ കാലത്തെ, അതായത് ഭൂതകാലത്തെ നോക്കിക്കാണുന്നു, അതിനെപ്പറ്റി സംസാരിക്കുന്നു, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇതൊരിക്കലും തീരില്ല, എപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കും. ഈയൊരാശയം ഓർത്തുവെക്കണം കേട്ടോ. ശരി, ചരിത്രമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള പഠനമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഈ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെയാ വിവരം കിട്ടുന്നത്? ആര് പറഞ്ഞു തരും? അതിനുള്ള ഉത്തരമാണ് നമ്മൾ ഈ ഭാഗത്ത് നോക്കാൻ പോകുന്നത്. നമ്മൾ ഭൂതകാലത്തെ എങ്ങനെ പഠിക്കുന്നു, അതിന്റെ ഉറവിടങ്ങളും രീതികളും. ഇവിടെ ഒരു വാക്ക് കാണുന്നുണ്ടല്ലോ, ഹിസ്റ്റോറിയോഗ്രഫി. ഇത് കേട്ട് പേടിക്കണ്ട, വളരെ സിമ്പിളാണ്. ഇതിന്റെ അർത്ഥം ചരിത്രം എഴുതുന്ന കലയെക്കുറിച്ചുള്ള പഠനമെന്നാണ്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, പണ്ടുള്ള ആളുകൾ എങ്ങനെയാണ് ചരിത്രം എഴുതിയത്, ഇന്ന് നമ്മൾ എങ്ങനെയാണ് ചരിത്രം എഴുതുന്നത് എന്നൊക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖ. അത്രയുള്ളൂ. പഴയ കാര്യങ്ങൾ അറിയാൻ നമുക്ക് ചില തെളിവുകൾ വേണമല്ലോ. ഈ തെളിവുകളെയാണ് നമ്മൾ ഉറവിടങ്ങൾ അല്ലെങ്കിൽ സോഴ്സസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 2 തരം സോഴ്സുകളാണുള്ളത്. ഒന്നാമത്തേത് ഭൗതിക ഉറവിടങ്ങൾ, അതായത് മെറ്റീരിയൽ സോഴ്സസ്. എന്നുവെച്ചാൽ എന്താ? നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന പഴയ വസ്തുക്കൾ. രണ്ടാമത്തേത് ലിഖിത ഉറവിടങ്ങൾ, അതായത് ലിറ്റററി സോഴ്സസ്. പേരുപോലെ തന്നെ എഴുതിവെച്ച രേഖകൾ. ഈ ഭൗതിക ഉറവിടങ്ങളെന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഒന്ന് ആലോചിച്ചു നോക്കൂ. ആ കാലത്തെ നാണയങ്ങൾ, അവരുപയോഗിച്ചിരുന്ന മൺപാത്രങ്ങൾ, കല്ലിലൊക്കെ കൊത്തിവെച്ച എഴുത്തുകൾ കണ്ടിട്ടില്ലേ? അതിനെയാണ് ശാസനങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ വലിയ കോട്ടകൾ, കൊട്ടാരങ്ങൾ, പഴയ നഗരങ്ങളുടെയൊക്കെ ബാക്കി പത്രങ്ങൾ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ആ കാലത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇനി എഴുതിവെച്ച കാര്യങ്ങൾ, ലിഖിത ഉറവിടങ്ങൾ, അതിലെന്തൊക്കെയാ വരുന്നത്? പണ്ടത്തെ സഞ്ചാരികൾ എഴുതിവെച്ച യാത്രാവിവരണങ്ങൾ, ഓരോ വ്യക്തികളെക്കുറിച്ച് മറ്റുള്ളവരെഴുതിയ ജീവചരിത്രങ്ങൾ, ആളുകള് സ്വന്തം ജീവിതത്തെക്കുറിച്ച് എഴുതുന്ന ആത്മകഥകൾ, പിന്നെ ഡയറി കുറിപ്പുകൾ, അതുപോലെ മതഗ്രന്ഥങ്ങൾ. ഇതെല്ലാം എഴുതപ്പെട്ട രേഖകളാണ്. അപ്പോൾ ഇതും പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ്. ശരി, ഇനി പരീക്ഷയ്ക്ക് വേണ്ടി ഈ 2 വാക്കുകൾ കാണാതെ പഠിച്ചോളൂ. ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, എപ്പിഗ്രഫി. എന്താണ് എപ്പിഗ്രഫി? ശാസനങ്ങളെക്കുറിച്ചുള്ള പഠനം, അതായത് കല്ലിലും മറ്റും കൊത്തിവെച്ച എഴുത്തുകളെക്കുറിച്ചുള്ള പഠനം. രണ്ടാമത്തേത് ന്യൂമിസ്മാറ്റിക്സ്. അത് നാണയങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. ഈ 2 വാക്കുകളും 1 വേർഡ് ചോദ്യമായിട്ട് വരാൻ നല്ല സാധ്യതയുണ്ട്, അതുകൊണ്ട് മറക്കരുത്. ഓക്കെ, അപ്പൊ ചരിത്രം എന്താണെന്നും അത് പഠിക്കാൻ നമ്മൾ എന്തൊക്കെ സോഴ്സുകളാണ് ഉപയോഗിക്കുന്നതെന്നും നമ്മൾ കണ്ടു. ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക്, അതായത് ഇസ്ലാമിക ചരിത്രത്തിലേക്ക് വരാം. അതിനൊരു ആമുഖം നോക്കാം. അപ്പോ എന്താണ് ഈ ഇസ്ലാമിക ചരിത്രമെന്ന് പറയുന്നത്? ഇത് മുസ്ലിം സമൂഹത്തിന്റെ ജീവിതം, അവരുടെ നേട്ടങ്ങൾ,
അവരുടെ സംസ്കാരം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കുന്ന ഒരു വിഷയമാണ്. അറബിയില് ചരിത്രത്തിന് പറയുന്നൊരു വാക്കുണ്ട്, താരീഖ്. ഈ വാക്കിന്റെ അർത്ഥം ഭൂതകാലം എന്ന് തന്നെയാണ്. മറ്റേത് ചരിത്രം പോലെയും ഇസ്ലാമിക ചരിത്രം പഠിക്കാനും നമുക്ക് സോഴ്സുകൾ വേണം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ സോഴ്സുകൾ ഏതൊക്കെയാണെന്നറിയാമോ? അത് ഖുറാനും ഹദീസുമാണ്. ഇവയാണ് അടിസ്ഥാനം. ഇതുകൂടാതെ മറ്റ് എഴുതപ്പെട്ട സോഴ്സുകളുമുണ്ട്. ഉദാഹരണത്തിന് സീറാഗ്രന്ഥങ്ങൾ, അതായത് പ്രവാചകന്റെ ജീവചരിത്രങ്ങൾ. പിന്നെ പഴയകാലത്തെ നിർമ്മിതികൾ, അതായത് പള്ളികൾ, കൊട്ടാരങ്ങൾ. ഇതൊക്കെയും ഇസ്ലാമിക ചരിത്രം പഠിക്കാനുള്ള ഉറവിടങ്ങളാണ്. ശരി, ചരിത്രവും അതിന്റെ ഉറവിടങ്ങളും നമ്മൾ കണ്ടു. ഇനി നമുക്ക് ആ ചരിത്രത്തിന് കാരണമായ, അതിന്റെയെല്ലാം അടിസ്ഥാനമായ ചില വിശ്വാസങ്ങളെക്കുറിച്ച് പഠിക്കാം. അതായത് ഇസ്ലാമിന്റെ കാതൽ എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കാം. അതൊരു അറബി വാക്കാണ്. അതിന്റെ അർത്ഥം ദൈവത്തിനു മുന്നിൽ പൂർണ്ണമായി സമർപ്പിക്കുക, ദൈവത്തെ അനുസരിക്കുക എന്നൊക്കെയാണ്. ഇനി ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ, ഏറ്റവും കോറായിട്ടുള്ള വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ അത് തൗഹീദാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ ദൈവം ഒന്നേയുള്ളൂ, അവൻ ഏകനാണ് എന്ന ഉറച്ച വിശ്വാസം. ഒരു മുസ്ലിം വിശ്വസിക്കേണ്ട അടിസ്ഥാനപരമായ 6 കാര്യങ്ങളുണ്ട്. ഇതിനെയാണ് നമ്മൾ ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്നാമത്തേത് ഏകനായ ദൈവത്തിലുള്ള വിശ്വാസം. 2 ദൈവത്തിന്റെ ദൂതന്മാരായ മലക്കുകളിൽ വിശ്വസിക്കുക. 3 ദൈവമിറക്കിയ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക. 4 ദൈവത്തിന്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുക. 5 ഒരു അന്ത്യദിനം ഉണ്ട് എന്നതിൽ വിശ്വസിക്കുക. പിന്നെ 6ാമത്തേത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ വിധി അനുസരിച്ചാണ് നടക്കുന്നത് എന്ന് വിശ്വസിക്കുക. അപ്പോ തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞത് മനസ്സിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈമാൻ കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു മുസ്ലിം തന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട, അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. ഇതിനെയാണ് ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇവയെ ഇസ്ലാമിന്റെ 5 തൂണുകൾ അഥവാ പഞ്ചസ്തംഭങ്ങൾ എന്നും പറയാറുണ്ട്. ഒരു കെട്ടിടത്തിന് തൂണുകൾ എന്ന പോലെ ഇസ്ലാമിനെ താങ്ങി നിർത്തുന്ന 5 തൂണുകളാണിത്. നമുക്ക് ഓരോന്നായി പറയാം. ഒന്നാമത്തേത് ഷഹാദ, അതായത് ദൈവം ഏകനാണെന്നും മുഹമ്മദ് നബി അവന്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കൽ. 2 സ്വലാത്ത്, അതായത് ദിവസം 5 നേരം നമസ്കരിക്കുന്നത്. 3 സകാത്ത്, അതായത് പാവപ്പെട്ടവർക്ക് നൽകുന്ന നിർബന്ധദാനം. 4 സൗം, റമദാൻ മാസത്തിലെ നോമ്പ്. 5ാമത്തേത് ഹജ്ജ്, അതായത് മക്കയിലേക്കുള്ള തീർത്ഥാടനം. ശരി, ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ചില പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേരുകളും അവരുടെ പുസ്തകങ്ങളും. ഇത് നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് തന്നെ പഠിക്കണം. ഈ കാണുന്ന ടേബിൾ നോക്കൂ. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാച്ച് ദ ഫോളോവിംഗ് ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ വൺ വേർഡ് ചോദ്യങ്ങൾക്കോ ഇത് ഉറപ്പായും വരാം. ഇതിൽ നിങ്ങൾ ഇബ്നു ഖൽദൂൻ എന്ന പേര് പ്രത്യേകം ഓർത്തുവെക്കണം. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയ പുസ്തകമാണ് മുഖദ്ദിമ. അതുപോലെ അദ്ദേഹത്തെ സോഷ്യോളജിയുടെ പിതാവ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ പോയിന്റ് മറക്കരുത്. പല കുട്ടികൾക്കും പരീക്ഷയിൽ തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ് ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും തമ്മിൽ മാറിപ്പോകുന്നത്. അത് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. നോക്കൂ, ഈമാൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസമാണ്, അത് മനസ്സിലാണ് നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ. ഉദാഹരണത്തിന് മലക്കുകൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത്. എന്നാൽ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളാണ്, നമ്മുടെ അനുഷ്ഠാനങ്ങൾ. ഉദാഹരണത്തിന് നമസ്കരിക്കുന്നത്. ഒന്ന് വിശ്വാസം, മറ്റേത് പ്രവൃത്തി. ഈ വ്യത്യാസം മനസ്സിൽ വെച്ചാൽ മതി, പിന്നെ തെറ്റില്ല. ശരി, അപ്പം നമ്മൾ ഈ ചാപ്റ്ററിലെ എല്ലാ പ്രധാന ഭാഗങ്ങളും പഠിച്ചു കഴിഞ്ഞു. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് പെട്ടെന്നൊന്നുകൂടി ഓർത്തെടുക്കാൻ വേണ്ടി ഈ പോയിന്റുകൾ മാത്രം ഒന്ന് നോക്കാം. ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? കാറിന്റെ ഡെഫിനിഷൻ ഓർക്കുക. വർത്തമാനവും ഭൂതകാലവും തമ്മിലുള്ള സംഭാഷണം. ചരിത്രത്തിന്റെ ഉറവിടങ്ങൾ 2 തരം: ഭൗതികം, ലിഖിതം. ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസം എന്താണ്? തൗഹീദ്, അതായത് ദൈവത്തിന്റെ ഏകത്വം. ഇസ്ലാമിന്റെ 5 തൂണുകൾ ഏതൊക്കെയാണ്? ഷഹാദ, സ്വലാത്ത്, സകാത്ത്, സൗമ്, ഹജ്ജ്. 6 വിശ്വാസകാര്യങ്ങളോ? ദൈവം, മലക്കുകൾ, ഗ്രന്ഥങ്ങൾ, പ്രവാചകന്മാർ, അന്ത്യനാൾ, വിധി. അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഇബ്നു ഖൽദൂനും അദ്ദേഹത്തിന്റെ കൃതി മുഖദ്ദിമയും. ഇത്രയും കാര്യങ്ങൾ ഓർത്തുവെച്ചാൽ മതി. അപ്പോൾ ഈ അധ്യായത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലൊരു ധാരണ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ക്ലാസ് ഒന്നുകൂടി കേട്ടു നോക്കുക. അതിനുശേഷം ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ സ്വന്തമായി ചെയ്തു നോക്കണം. അടുത്ത ഒരാഴ്ചത്തേക്ക് എല്ലാ ദിവസവും കുറച്ച് സമയം ഇതിനായി മാറ്റിവെച്ച് റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒട്ടും പേടിക്കേണ്ട. ഓൾ ദി ബെസ്റ്റ്.